ആദ്യ വസന്തം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന റബീഉൽ അവ്വൽ മാസം നമ്മളിലേക്ക് ഇതാ കടന്നു വരാൻ ഒരുങ്ങി നിൽക്കുകയാണ്. ഇന്നത്തെ മഗ്‌രിബോടുകൂടി നിലാവ് കണ്ടാൽ റബീഉൽ അവ്വൽ ആദ്യ വസന്തമായ ആ പുണ്യമാസം നമ്മളിലേക്ക് വരുന്നു. ഈ റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ ഇന്നത്തെ രാത്രി ഇൻഷാ അല്ലാഹ് ചെയ്യേണ്ട, അറിയേണ്ട, പറയേണ്ട ഒരു കൂട്ടം കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കുന്നതോടൊപ്പം തന്നെ റബീഉൽ അവ്വൽ മാസത്തിൽ നമ്മൾ എന്തായാലും ചെയ്തിരിക്കേണ്ട ഒരു കൂട്ടം കാര്യങ്ങൾ ഇന്ന് തന്നെ നമുക്കൊന്ന് പഠിക്കാം. ചില കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, ചില കാര്യങ്ങൾ എന്തായാലും റബീഉൽ അവ്വൽ മാസം നമുക്ക് അനുകൂലമാവാൻ നമ്മൾ ചെയ്തിരിക്കണം, ഇല്ലെങ്കിൽ നഷ്ടമാണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇന്ന് സംസാരിക്കുന്നു. റബീഉൽ അവ്വലുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ വിശദമായി നമുക്ക് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം. കൂട്ടത്തിൽ വെള്ളിയാഴ്ച രാവാണ്. വെള്ളിയാഴ്ച രാവ് ഇന്നത്തെ മഗ്‌രിബോടുകൂടി കടന്നു വരികയാണ്. ഇൻഷാ അല്ലാഹ് ഒരു സ്വലാത്ത്, ആ സ്വലാത്തിന്റെ നേട്ടം കേട്ടാൽ നിങ്ങൾ ഞെട്ടും. ഏതാണ് ആ സ്വലാത്ത്, എന്തൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്, വിശദമായി കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ബഹുമാന, സ്നേഹ, ആദരവുകൾ കൊണ്ട് അനുഗ്രഹീതരായ പരിശുദ്ധമായ പരിപാവനമായ ഈ മജ്‌ലിസിൽ ഒരുമിച്ച് ചേർന്നിട്ടുള്ള എല്ലാ ഉമ്മമാർക്കും സഹോദരി സഹോദരന്മാർക്കും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കെല്ലാവർക്കും അല്ലാഹു തആല മരണസമയം എല്ലാവിധത്തിലുള്ള ആപത്തുകളെ തൊട്ടും എല്ലാവിധത്തിലുള്ള ശൈത്താന്റെ ഷർറിനെ തൊട്ടുള്ള കാവൽ കിട്ടി ഈമാനുള്ള, നല്ല ഇസ്തിഖാമത്തുള്ള, തഖ്വയുള്ള നല്ല മരണം അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. എല്ലാ പ്രതിസന്ധികളും പടച്ചവൻ അറിയുന്നവനാണ്. അള്ളാഹു എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും പരിഹാരം കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാഹ് ഇന്ന് പരിശുദ്ധമായ സ്വഫർ മാസം 29ാമത്തെ ദിവസമാണ്. ഇന്നത്തെ മഗ്‌രിബോടുകൂടി നിലാവ് കണ്ടാൽ, പിറ കണ്ടാൽ അൽഹംദുലില്ലാഹ് നമ്മളൊക്കെ കാത്തിരിക്കുന്ന സുന്ദരമായ മാസമാണ് റബീഉൽ അവ്വൽ. റബീഉൽ അവ്വൽ ഒന്നാം രാവിലേക്ക് നമ്മൾ കടക്കും. നാളെ വെള്ളിയാഴ്ച റബീഉൽ അവ്വൽ ഒന്നാമത്തെ പകലായിരിക്കും. ഇന്നത്തെ മഗ്‌രിബോടുകൂടി നിലാവ് കണ്ടില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് നാളെ വെള്ളിയാഴ്ച സഫർ മാസം 30 പൂർത്തിയാക്കി മറ്റന്നാൾ ശനിയാഴ്ച റബീഉൽ അവ്വൽ ഒന്നായിരിക്കും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെല്ലാവരെയും ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് കറക്റ്റായി ഉറപ്പായി പറയാൻ പറ്റും എന്നാണ് ഈ 2026 നബിദിനം. 2026 നബിദിനം എന്നായിരിക്കും. ഒന്നുകിൽ ഒരു ചൊവ്വാഴ്ചയാണ്, അല്ലെങ്കിൽ ബുധനാഴ്ചയാണ്. അതെന്നാണെന്ന് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മഗ്‌രിബോടുകൂടി നിലാവ് കണ്ട് നമുക്ക് ബോധ്യപ്പെട്ടാൽ നമുക്ക് നാളത്തെ വീഡിയോയിൽ നമുക്ക് ആദ്യം പറയാം കേട്ടോ, എന്നാണ് നബിദിനമെന്ന്. അപ്പൊ ഏതായാലും നബിദിനവുമായി ബന്ധപ്പെട്ട് എല്ലാവരും വലിയ ആകാംക്ഷയിലാണ് അല്ലെ. ആകാംക്ഷ എന്ന് പറഞ്ഞാൽ കുട്ടികളൊക്കെ, നമ്മുടെ മക്കളൊക്കെ മദ്രസയിൽ ഇപ്പോൾ പരീക്ഷാകാലമൊക്കെ നടക്കുകയാണ്. പരീക്ഷകൾ പലതും ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞു, പലതുമൊക്കെ കഴിഞ്ഞു. അല്ലാഹു തആല നമ്മുടെ മക്കൾക്കെല്ലാം ഉന്നതമായ വിജയങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നല്ല മാർക്കോടുകൂടി പാസ്സാവാനുള്ള തൗഫീഖ് അല്ലാഹു തആല കൊടുക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം നമ്മളിലേക്ക് വരാൻ ഒരുങ്ങി നിൽക്കുകയാണ്. റബീഉൽ അവ്വൽ ആദ്യ വസന്തം എന്നാണ് ആ ഒരു വാക്കിന്റെ അർത്ഥം. ജഗദ്ഗുരുവിന് ജന്മം നൽകാൻ ജഗന്നിയന്താവായ നാഥൻ തിരഞ്ഞെടുത്ത മാസമാണ്. അൽഹംദുലില്ലാഹ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ലോകം അല്ലാഹ് സന്തോഷിച്ച, അല്ലാഹുവിന്റെ മലക്കുകൾ സന്തോഷിച്ച, ലോകം മുഴുവനും സന്തോഷിച്ച, ആകാശവും ഭൂമിയും സന്തോഷിച്ച ഒരു ദിവസമാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ ആ ജന്മദിനത്തിന്റെ ദിവസം. ക്രിസ്താബ്ദം 521 ഏപ്രിൽ 21 തിങ്കളാഴ്ച സുബഹിയോടടുത്ത സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തേക്ക് കടന്നു വരുന്നത്. അന്ന് ആമിന ബീവി റളിയല്ലാഹു തആല അൻഹ, ആമിന ബീവി നബിതങ്ങളെ വയറ്റിൽ ചുമക്കുന്ന സമയത്ത് ലോകത്തെ ഏത് പെണ്ണിന് കിട്ടൂല്ലേ, ലോകത്തെ ഏത് പെണ്ണിനാണ് ആ ഒരു ഭാഗ്യം കിട്ടിയിട്ടുള്ളത്? ഇനി ഏത് പെണ്ണിന് അങ്ങനത്തെ ഒരു ഭാഗ്യം കിട്ടും? ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങളും, എല്ലാ സ്ത്രീകളും, എല്ലാ ഉമ്മമാരും അവർ കൊതിയോടുകൂടി നോക്കുന്ന ഒരു കാര്യമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ നബിതങ്ങളെ വയറ്റിൽ ചുമക്കാൻ പറ്റുക അല്ലെ. അല്ലാഹുവേ, ആമിന ബീവിക്ക് ആ ഭാഗ്യം അല്ലാഹു തആല കൊടുത്തു. അബ്ദുല്ലാ വാപ്പ, അല്ലാഹു തആല അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു, നബിതങ്ങളുടെ വാപ്പ, നബിതങ്ങളുടെ ഉമ്മയാകുന്ന ആമിന ബീവി, അവർ രണ്ടുപേരുമോടൊപ്പം നമുക്കും നബിതങ്ങളുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിക്കാനുള്ള തൗഫീഖ് അല്ലാഹു തആല തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ അല്ലെ. സന്തോഷം പ്രകടിപ്പിക്കേണ്ട ദിവസങ്ങളിലൂടെയാണ് ഇനി നമ്മൾ പോകാൻ പോകുന്നത്. അല്ലാഹുവേ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഒരു മൗലിദിന്റെ മാസം,
മൗലിദ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൗലൂദ് എന്നല്ല, മൗലിദ് എന്നാണ്. മൗലിദ് എന്ന് പറഞ്ഞാൽ ജനിച്ച സ്ഥലം അല്ലെങ്കിൽ ജനിച്ച സമയം എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചപ്പോഴുണ്ടായ അത്ഭുതങ്ങളും നബി തങ്ങൾ ജനിക്കുന്നതിന് മുമ്പുണ്ടായ അത്ഭുതങ്ങളും ജനിച്ചതിന് ശേഷമുണ്ടായ അത്ഭുതങ്ങളൊക്കെ വിശദീകരിക്കുന്ന നബി തങ്ങളെ പറ്റി പറയുന്ന പാടുന്ന ഒരു ഗദ്യപദ്യ സമാഹാരമാണ് ഈ മൗലിദ് എന്ന് പറഞ്ഞാൽ. ഇൻഷാ അല്ലാഹ് മൗലിദുമായി ബന്ധപ്പെട്ട് മൗലിദ് ഓതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെയാണ് ആ മജ്ലിസിൽ നമ്മൾ പറയേണ്ടത് ചെയ്യേണ്ടതെന്നൊക്കെ വിശദമായി നാളത്തെ വീഡിയോയിൽ നമുക്ക് വിശദമായിട്ട് പറയാം. അപ്പൊ ഇന്നത്തെ മഗ്‌രിബോടുകൂടി റബീഉൽ അവ്വൽ മാസത്തിലേക്ക് നമ്മൾ കടന്നു എന്നറിഞ്ഞാൽ ഉടൻ തന്നെ ഇൻഷാ അല്ലാഹ് നമ്മുടെ ചാനലിൽ നമ്മുടെ മൗലിദിന്റെ മജ്ലിസ് ഉണ്ടാകും. റബീഉൽ അവ്വൽ 1 മുതൽ 12 വരെ മൗലിദിന്റെ മജ്ലിസ് ഉണ്ടാകും. എല്ലാ ഉമ്മമാരും എല്ലാ സഹോദരങ്ങളും നമ്മുടെ മൗലിദിന്റെ മജ്ലിസിൽ പങ്കെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇൻഷാ അല്ലാഹ് നമ്മുടെ വീടുകളിൽ ഒരു ഹിക്കായത്തെങ്കിലും മൗലിദ് ഓതി നമ്മൾ ഈ പ്രാവശ്യം ഇൻഷാ അല്ലാഹ് നബിതങ്ങളെ പറ്റി പറയുക, നബിയെപ്പറ്റി പാടുക, നബിയെപ്പറ്റി പാടുന്നത് പറയുന്നത് കേൾക്കുക, നബിയെ മനസ്സിലാക്കുക, നബിതങ്ങളെ പഠിക്കുക. ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ ആ നബിയുടെ തിരുസുന്നത്തുകൾ നമ്മൾ അനുധാവനം ചെയ്യുക. ഇന്നത്തെ മഗ്‌രിബോടുകൂടി നിലാവ് കണ്ടാൽ പിറ കണ്ടാൽ നബിതങ്ങളുടെ സുന്നത്തിൽപ്പെട്ടതാണ്. ഓരോ മാസവും തുടക്കത്തിൽ ആദ്യത്തെ രാവിൽ 1-ാം രാവിൽ നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമായിരുന്നു എന്ത്? അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. അല്ലെ, പിറ കണ്ടു നിലാവ് കണ്ടു എന്നറിഞ്ഞാൽ എല്ലാ മാസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമായിരുന്നു അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാനി വൽ ഇസ്ലാമി വത് തൗഫീഖി ലിമാ തുഹിബ്ബു വ തർളാ റബ്ബുനാ വ റബ്ബുകല്ലാഹ്. ഈ ഒരു ദുആ ഈ ദുആ പല ഹദീസുകളിലും പല രൂപത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വന്നിട്ടും പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല. അല്ലാഹുവേ, ഈ മാസം അല്ലെങ്കിൽ ഈ ഒരു കാണുന്ന ചന്ദ്രന്റെ പിളർപ്പ്, ഒരു നേരിയ ചന്ദ്രൻ നിലാവ് കാണൂല്ലേ, പെട്ടെന്ന് ഇത് മാഞ്ഞു പോകും. അല്ലാഹുവേ, ഈ മാസം ആ കാണുന്ന നിലാവ് ഈ ഒരു മാസം ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണം. ഈമാൻ വർദ്ധിക്കുന്ന, ഇസ്ലാം അധികരിക്കുന്ന, ഞങ്ങൾക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ കിട്ടുന്ന നല്ല ഒരു മാസമാക്കി മാറ്റണേ അല്ലാ എന്നാണ് ആ ദുആന്റെ അർത്ഥം കേട്ടോ. അൽഹംദുലില്ലാ. പിന്നെയോ ഈ ഒരു മാസം നമ്മളിലേക്ക് കടന്നു വന്നു, മഗ്‌രിബോട് കൂടി റബീഉൽ അവ്വൽ മാസത്തിലേക്ക് കടന്നു എന്നറിഞ്ഞാൽ വിശുദ്ധമായ സൂറത്തുൽ മുൻജിയ ഓതൽ പ്രത്യേകം സുന്നത്താണ്. പലരും ഒക്കെ ചോദിച്ചു, ഉസ്താദ് ഞങ്ങൾ എല്ലാ ദിവസവും സൂറത്തുൽ മുൻജിയ എന്ന് അറിയപ്പെടുന്ന സൂറത്തു തബാറക്ക അല്ലെങ്കിൽ സൂറത്തുൽ മുൽക്ക്, ഒരാൾ ചോദിച്ചു സൂറത്തു തബാറക്ക എന്ന് പറയുമോ? അങ്ങനെ പറയാനും പറ്റും എന്ന് പറഞ്ഞ മഹാന്മാരുണ്ട്. സൂറത്തുൽ മുൽക്ക്, ആ സൂറത്തുൽ മുൽക്ക് എല്ലാ ദിവസവും ഓതുന്നവരാണ് എങ്കിൽ പോലും ഒരു മാസത്തിന്റെ തുടക്കം സ്പെഷ്യലായി സൂറത്തുൽ മുൽക്ക് ഓതൽ പ്രത്യേകം നല്ലതാണ്. എല്ലാ ദിവസവും നമ്മൾ സൂറത്തുൽ മുൽക്ക് ഓതുന്നുണ്ട്, ആയിക്കോട്ടെ, ഓതിക്കോട്ടെ. പക്ഷെ ഒരു അറബി മാസത്തിന്റെ ആദ്യത്തെ രാവിൽ, ഇന്നത്തെ മഗ്‌രിബോട് കൂടി നിലാവ് കണ്ടാൽ ഇന്നത്തെ രാത്രി സൂറത്തുൽ മുൽക്ക് അത് ഓതൽ പ്രത്യേകം സുന്നത്താണ്, നല്ലതാണ്. അതെന്താ? സൂറത്തുൽ മുൽക്കിൽ 30 ആയത്തുകളാണ്. അപ്പോൾ ഒരു മാസത്തിന്റെ തുടക്കം നമ്മൾ ഓതുമ്പോൾ ഇൻഷാ അല്ലാഹ് ഈ ഒരു മാസം മുഴുവനായും കാവൽ കിട്ടുന്ന, നമുക്കതല്ല വേണ്ടത്, എല്ലാ പ്രതിസന്ധികളിൽ നിന്നും ഒരു കാവൽ വേണം, അള്ളാഹുവിന്റെ ഒരു സഹായം വേണം. അപ്പൊ അത് കിട്ടാൻ ഇൻഷാ അല്ലാഹ് ഈ സൂറത്തുൽ മുൽക്ക് ഓതൽ പ്രത്യേകം നല്ലതാണ്. ലിഅന്നഹൽ മുൻജിയത്തുൽ വാഖിഅ, ഒരുപാട് പ്രത്യേകതകൾ ഈ സൂറത്തുൽ മുൽക്കിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു സംരക്ഷണ കവചമാണെന്നാണ്. സംരക്ഷണ കവചമാണ്. ദുനിയാവിലും നാളെ ആഖിറത്തിലും എല്ലാ മുസീബാത്തുകളെ തൊട്ടുള്ള, പ്രത്യേകിച്ച് ഖബറിന്റെ അദാബിനെ തൊട്ടുള്ള കാവൽ കിട്ടാൻ സൂറത്തുൽ മുൽക്ക് നമ്മൾ പാരായണം ചെയ്യണം. അൽഹംദുലില്ലാ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ മൗലിദിന്റെ മജ്ലിസിൽ പങ്കെടുക്കുന്നു. അല്ലാഹുവേ, നല്ലൊരു സന്തോഷമുണ്ടാവണം. നമ്മുടെ വീടുകളിൽ പറ്റുമെങ്കിൽ ഒരു തോരണം നമ്മൾ കെട്ടണം. തോരണം കെട്ടുക അല്ലെങ്കിൽ ചെറിയൊരു ബൾബ് അത് ക്രിസ്മസ് പോലെ വലിയ ആചാരമായിട്ടല്ല, ഒരു സന്തോഷമായിട്ട്, ഒരു എന്താ പറയാ, ഒരു അഭിമാനമായിട്ട്. നബിതങ്ങൾ ജനിച്ച മാസമാണ്. ലോകത്ത് ഇത്ര കോടി മനുഷ്യർ വന്നിട്ട് അല്ലാഹുവേ, അല്ലെ, എത്രയോ മഹാന്മാർ കടന്നുപോയി, എത്രയോ ആളുകൾ, അവരുടെയൊക്കെ രേഖാചിത്രം ഇന്ന് നമുക്ക് കാണാൻ പറ്റും. അവരുടെയൊക്കെ രൂപം, ഏകദേശ രൂപമൊക്കെ ഇപ്പോഴും പല സ്ഥലത്തും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ ലോകത്ത്, അല്ലെ, ഇത്ര കോടി, 250 കോടി മുസൽമാൻ, അവർ ഇപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന, ഓരോ ദിവസവും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പ്രാവശ്യം ആ പേര്, നബിതങ്ങളുടെ പേരിങ്ങനെ ആവർത്തിച്ച് ബാങ്കിലൂടെ, ഇക്കാമത്തിലൂടെ, നിസ്കാരത്തിലൂടെ, സ്വലാത്തിലൂടെയൊക്കെ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലെ, അത്രമാത്രം ആ ഒരു ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ച ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഒരു പേര്, ആ നബിതങ്ങളുടെ ഒരു ചിത്രം പോലും ഇല്ല.
എന്നിട്ടും എത്രയോ ആളുകളാണ് നബി ഇങ്ങനെ പിൻപറ്റുന്നത് അല്ലേ? എത്ര ആളുകളാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഇട്ടിരിക്കുന്ന പേരേതാ? അത് മുഹമ്മദ് എന്ന പേരാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ പേര് വെച്ചിട്ടുള്ളത് അത് മുഹമ്മദ് എന്ന പേരാണ്. അത് കഴിഞ്ഞാണ് ബാക്കി പേരുകളെല്ലാം. മുഹമ്മദ് അത്ഭുതമാണ് ആ പേര്. അള്ളാഹുവെ പടച്ചവനെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഒരുമിക്കാനുള്ള തൗഫീക്ക് തരണേ അല്ലാ. അല്ലെ, നബിയെ സ്നേഹിക്കുക. നമ്മളെല്ലാവരും സ്നേഹിക്കുന്നുണ്ട് അല്ലെ? നമ്മുടെ ഉമ്മ, വാപ്പ, ഭാര്യ, ഭർത്താവ് എല്ലാവരും നമ്മൾ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ അൽ മർഉ മഅ മൻ അഹബ്ബ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. നീ ആരെയാണോടോ സ്നേഹിച്ചത് ദുനിയാവിൽ, അവരോടൊപ്പമായിരിക്കും നീ നാളെ ആഖിറത്തിൽ ഉണ്ടാവുക. അതുകൊണ്ട് നമ്മളിപ്പോൾ സ്നേഹിക്കുക, നബിയെ സ്നേഹിക്കുക, നബിക്ക് വേണ്ടി ധാരാളം സ്വലാത്തുകൾ ചൊല്ലുക, ആ നബിയെ പറ്റി പറയുക, പാടുക, കേൾക്കുക, മനസ്സിലാക്കുക. അത് തന്നെയാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഇഷ്ടം കിട്ടാൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇന്ന് പരിശുദ്ധമായ ഒരു വെള്ളിയാഴ്ച രാവാണ്. ഒന്നുകിൽ സഫർ മാസത്തിൻ്റെ ഒടുവിലത്തെ അവസാനത്തെ വെള്ളിയാഴ്ച രാവാം, അല്ലെങ്കിൽ റബീഉൽ അവ്വൽ ആദ്യത്തെ വെള്ളിയാഴ്ച രാവാം. ഇന്നത്തെ മഗ്രിബോട് കൂടി നിലാവ് കണ്ടാൽ എന്താണ് നമുക്ക് മനസ്സിലാകും. അൽഹംദുലില്ലാ, അല്ലാഹുവേ നാളെ സുറാത്ത് പാലം ഹുദാ കെ റൂബറോജ് സിദിൻ ഖിയാമത്ത് കാ വഫാ ഹോഗാ ഉസീ ദിൻ ബാപ്പ് ബേട്ടേ കാ ന ബേട്ടാ ബാപ്പ് കാ ഹോഗാ. നാളെ ആഖിറത്തിൽ ഒരു ജാൻ മുകളിലാണ് സൂര്യൻ നിൽക്കുന്നത്. എൻ്റെ ഒരു ജാൻ മുകളിൽ ഇങ്ങനെ സൂര്യൻ കത്തിജ്വലിച്ച് നിൽക്കുമ്പോൾ ഞാൻ ചെയ്തു പോയ തെറ്റുകൾ പ്രകാരം അള്ളാഹുവെ ഞാൻ ഇങ്ങനെ വിയർപ്പിൽ ഇങ്ങനെ മുങ്ങിത്താഴും. നമ്മൾ ഓരോരുത്തരുടെയും അവസ്ഥയതാണ്. അള്ളാഹുവേ രക്ഷ നൽകണയല്ല, സലാമത്ത് തരണയല്ല. ആ സമയത്ത് ആരും ആരെയും തിരിഞ്ഞു നോക്കൂല. വാപ്പ ഉമ്മാനെ നോക്കൂല, ഉമ്മ മക്കളെ നോക്കൂല, ഭാര്യ ഭർത്താവിനെ നോക്കൂല. അതുപോലെ കാമുകന്മാരോ. എത്ര സ്നേഹം ദുന്യാവിൽ നമുക്ക് മറ്റൊരാളോട് ഉണ്ടായിരുന്നാലും ആഖിറത്തിൽ വരുമ്പോ നമ്മൾ ആരും അവരെ ഒന്നും നോക്കൂല. ഞാൻ രക്ഷപ്പെടുവോ ആ ഒരൊറ്റ ചിന്തയായിരിക്കും. ആ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ അവിടെ വരികയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളുടെ കാര്യമല്ല നബി തങ്ങൾ നോക്കുന്നത്, നമ്മുടെ കാര്യമാണ്. അല്ലാഹുവേ, എൻ്റെ ഉമ്മത്ത് അവരിങ്ങനെ വിയർപ്പിൽ മുങ്ങിത്താഴുകയാണല്ലോ, അവരെ ഇനി ആരാണ് രക്ഷിക്കാനുള്ളത്? ഞാനാണല്ലോ രക്ഷിക്കാനുള്ളത്. നബി തങ്ങൾ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുകയാണ്, ശഫാഅത്ത് ചെയ്യുകയാണ്. അല്ലാഹുവേ, ആ മുത്ത് റസൂലിൻ്റെ ശഫാഅത്ത് കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. അതുകൊണ്ട് ആ നബിയെ സ്നേഹിക്കണേ. നബി തങ്ങളെ സ്നേഹിക്കുന്നതിൻ്റെ പല രൂപവും കോലവുമാണ് ഈ മൗലിദൊക്കെ. സ്വഹാബിമാര് മൗലിദ് ചൊല്ലിയിട്ടുണ്ടോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മൗലിദ് ചൊല്ലിയിട്ടുണ്ടോ എന്ന് പറഞ്ഞുള്ള ആ ചോദ്യം പഴഞ്ചൻ ചോദ്യമാണ് സഹോദര, പഴകി പുളിച്ച ചോദ്യമാണ് സഹോദര. എത്ര മറുപടി നിങ്ങൾക്ക് കിട്ടിയാലും വീണ്ടും അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും സഹോദര. അതുകൊണ്ട് ഇനി മറുപടിയല്ല ആവശ്യം. നിങ്ങളെ അവഗണിച്ചിട്ട് അല്ലാഹുവേ, മുത്ത് റസൂലിനെ സ്നേഹിക്കാൻ ധാരാളം സ്വലാത്തുകൾ പറയുക, ധാരാളം മദ്ഹുകൾ പറയുക. സ്വഹാബിമാര് മദ്ഹുകൾ പറഞ്ഞു. അവരെല്ലാ സമയത്തും നബിതങ്ങൾക്ക് മൗലിദ് ഓതുകയാണ്. അള്ളാഹു വിശുദ്ധമായ ഖുർആനിൽ നബിയെപ്പറ്റി മൗലിദ് ഓതിയില്ലേ അല്ലേ? ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും. അത് തന്നെ അല്ലാഹ് ഖുർആനിൽ നബിതങ്ങളെ പറ്റി പുകഴ്ത്തി പറഞ്ഞില്ലേ പടച്ചോൻ ഖുർആനിൽ? മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു വശിദ്ദാഉ അലൽ കുഫ്. നബിതങ്ങളെ പറ്റി അല്ലാഹു തആല എത്രയോ ആയത്തുകളിൽ പുകഴ്ത്തി പറയുന്നു, വാഴ്ത്തി പറയുന്നു അല്ലേ? ത്വാഹ, യാസീൻ, ഹാമീൻ അല്ലേ? ഇതൊക്കെ അള്ളാഹിൻ്റെ റസൂലിനെ പറ്റി അള്ളാഹു പറഞ്ഞിട്ടുള്ള വാക്കുകളാണ്, നല്ല സുന്ദരമായ വാക്കുകൾ. അപ്പോൾ ആദ്യം തന്നെ അള്ളാഹു തആലയാണ്, അള്ളാഹുവിൻ്റെ മലക്കുകളാണ് ആദ്യമായി നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുകഴ്ത്തി പറഞ്ഞത്. പിന്നെ നമ്മൾ പറയാതിരിക്കണോ? മൗലിദിൽ എന്താ ഉള്ളത്? അതിൽ നബിതങ്ങൾ ജനിച്ച സമയത്തുള്ള സന്ദർഭങ്ങൾ, അത് ഗദ്യരൂപത്തിലും പദ്യരൂപത്തിലും നബിതങ്ങളെപ്പറ്റി നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലിയപ്പോൾ ഉണ്ടായ അത്ഭുതങ്ങൾ, അതൊക്കെ പഴയ കാലത്തുണ്ടായ ആ ഒരു അനുഭവങ്ങളൊക്കെ മഹാന്മാർ കോർത്തിണക്കിയിട്ടാണ് ഈ മൗലിദുകളൊക്കെ രചിച്ചിട്ടുള്ളത്. മങ്കൂസ് മൗലിദ്, ഷറഫുൽ അനാം മൗലിദ്, അങ്ങനെ എത്രയോ മൗലിദുകളുണ്ട്. ഒരു ദിവസം ഒരു ഹിക്കായത്തെങ്കിലും ഇൻഷാ അല്ലാഹ് മൗലിദ് ഓതാൻ വിട്ടുപോകണ്ട. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ എല്ലാവരെയും സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഇഷ്ടദാസന്മാരെ നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇന്ന് വ്യാഴാഴ്ച ദിവസമാണ്. ഇൻഷാ അല്ലാഹ് പരിശുദ്ധമായ സ്വലാത്ത് ധാരാളമായി ചൊല്ലണം. നബി തങ്ങൾ പറയുന്നു, ഇന്ന അവ്വലന്നാസി ബി യൗമൽ ഖിയാമ അക്സറുഹും അലയ്യ സ്വലാത്ത്.
ഖിയാമത്ത് നാളിൽ എൻ്റെ അടുക്കലേക്ക് ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നത് എനിക്ക് വേണ്ടി ധാരാളം സ്വലാത്തുകൾ ചൊല്ലിയ ആളുകളായിരിക്കും. അതുകൊണ്ട് ധാരാളം സ്വലാത്തുകൾ ചൊല്ലണേ. അറിയാവുന്ന ഏത് സ്വലാത്ത് ചൊല്ലിയാലും കുഴപ്പമില്ല. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലിം. ഇതൊരു സ്വലാത്താണ്, ഇബ്രാഹിമിയ സ്വലാത്ത്, അത്ഭുതങ്ങൾ നമ്മെ കാണിച്ചു തരുന്ന സ്വലാത്ത്. അദദു സ്വലാത്ത്, അതുപോലെ ഞാരിയത്തു സ്വലാത്ത്, സ്വലാത്തു തിബ്, സ്വലാത്തുൽ ഫാത്തിഹ, ഇങ്ങനെ എത്രയോ സ്വലാത്ത്. ഒരു പ്രാവശ്യം ചൊല്ലിയാൽ 6 ലക്ഷം പ്രാവശ്യം സ്വലാത്ത് ചൊല്ലിയ പ്രതിഫലം കിട്ടുന്ന അദദു സ്വലാത്ത്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. ഇതൊരു സ്വലാത്ത്, അദദു സ്വലാത്ത്. അറിയാവുന്ന സ്വലാത്തുകൾ പറയണേ, ദിക്റുകൾ പറയണേ. വെള്ളിയാഴ്ച രാവാണ്, സൂറത്തുൽ കഹ്ഫ് മറന്നു പോവണ്ട, നഖം വെട്ടാൻ മറന്നു പോവണ്ട. അതായത് പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൽ ധാരാളമായി നബിയെ ഓർക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണേ. നമ്മുടെ മക്കള് മദ്രസകളിൽ അൽഹംദുലില്ലാഹ് പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. അതിൻ്റെ പാട്ട്, പ്രസംഗം, അതിൻ്റെ റിഹേഴ്സലുകളൊക്കെ നടക്കുന്നു. അതുപോലെ തന്നെ മൗലിദിന്റെ മജ്ലിസ് പള്ളിയിൽ ഉണ്ടാകും. പള്ളിയിൽ പോയി പങ്കെടുക്കണേ. പ്രത്യേകിച്ച് ഇന്ന് റബീഉൽ അവ്വൽ 1-ാം രാവാണെങ്കിൽ എന്തായാലും ഇൻഷാ അല്ലാഹ് പള്ളിയിൽ പോയി തന്നെ പുരുഷന്മാരും മൗലിദിന്റെ മജ്ലിസ് പങ്കെടുക്കുക. ഉമ്മമാരെ, നിങ്ങൾക്കൊരു സുവർണ്ണ അവസരമാണ്. നിങ്ങൾക്ക് പള്ളിയിലേക്കൊന്നും ഓടേണ്ട മൗലിദ് ഓതാൻ, വേറെ അപ്പുറത്തിപ്പുറത്തൊന്നും പോകണ്ട. നിങ്ങളുടെ വീട്ടിൽ നമ്മൾ ഈ കാണുന്ന മൊബൈലിൽ നമ്മുടെ മഗ്‌രിബിന് ശേഷം ഇൻഷാ അല്ലാഹ് റബീഉൽ അവ്വൽ 1-ാം രാവാണെങ്കിൽ നമ്മൾ മങ്കൂസ് മൗലിദ് പൂർണ്ണമായും പാരായണം ചെയ്യുന്ന ഒരു മജ്ലിസ് ഉണ്ടാകും. എല്ലാവരും പങ്കെടുക്കുക. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങൾ എല്ലാവരെയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ആ നബിയോടൊപ്പം സ്വർഗ്ഗത്തിൽ കടക്കാനുള്ള അവസരം തരണേ അല്ലാ. മദീന കാണാൻ, മക്കം കാണാൻ ഞങ്ങൾക്ക് തൗഫീക്ക് തരണേ റഹ്മാനേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.